രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട് ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. രാഹുലിനെ കാണാതായ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്ന് ഡിലീറ്റ് ചെയ്തത്. കെയർടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കെയർടേക്കറെ ഇന്ന് SIT ചോദ്യം ചെയ്യും. രാഹുൽ രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാറിലെന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചു. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി യുവതി സമർപ്പിച്ച ശബ്ദരേഖയിലുള്ളത് രാഹുലിന്റെ സംഭാഷണം തന്നെയെന്ന് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടും പുറത്തുവന്നു. വിവരങ്ങൾ നൽകാനായി പാലക്കാട് നിന്ന് ജംഷീർ കൊടിഞ്ഞിയും തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോടും വിവരങ്ങളാണ് നൽകാനായി ചേരുകയാണ്. ആദ്യം നമുക്ക് പാലക്കാടേക്ക് തന്നെ പോകാം. അവിടെ ജംഷീർ കൊടിഞ്ഞിയാണുള്ളത്. ജംഷീർ, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരങ്ങൾ, അതായത് പാലക്കാട്ട് CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണ സംഘം നടത്തിയിരുന്നത്. അതിൽ നിന്നാണ് വ്യാഴാഴ്ച, അതായത് രാഹുലിനെ കാണാതായ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ അത് അവിടെ വെട്ടി നശിപ്പിച്ച നിലയിലാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കെയർടേക്കറെ സ്വാധീനിച്ചുകൊണ്ടായിരിക്കണം ഇത് നടത്തിയത്. അപ്പോൾ കെയർടേക്കറെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ചുവന്ന പോളോ കാറിലാണ് രക്ഷപ്പെട്ടത് തുടങ്ങിയ വിവരങ്ങൾ കൂടി അവിടെ നിന്നായിരിക്കണം ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള തെരച്ചിൽ പോലീസ് വളരെ സജീവമായി തന്നെ ഊർജിതമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനുള്ള തിരച്ചിൽ പോലീസ് അന്വേഷണ സംഘം ഊർജിതമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് പ്രകാരം പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ അന്നേ ദിവസം വ്യാഴാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിക്കാൻ ഇടയുള്ള വഴികളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ നിന്നിപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സ്പെഷ്യൽ ബ്രാഞ്ച് വ്യാപകമായ പരിശോധന CCTV കേന്ദ്രീകരിച്ച് നടത്തി. കണ്ണാടിക്കലിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വരുന്ന വഴി, വന്നതിന് ശേഷം പോകാനിടയുള്ള വഴി ഒക്കെ അന്വേഷിച്ചു. പക്ഷേ പരമാവധി CCTV ദൃശ്യങ്ങൾ ഇല്ലാത്ത ഊടുവഴികൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം പാലക്കാട് നഗരത്തിലൂടെ പോയിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ്, ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന് കൂടുതൽ CCTV ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിവരം കൂടി അനൌദ്യോഗികമായി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. കൃത്യമായ ഒരു സൂചന ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരത്തെ തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ അദ്ദേഹത്തെ കാണാതെയാകുന്ന അന്നേ ദിവസത്തിന്റെ തൊട്ടടുത്ത ദിവസമായ ഒരു പോളോ കാറ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു. നേരത്തെ പാലക്കാട് നഗരത്തിൽ ആ പോളോ കാറിൽ, ചുവന്ന പോളോ കാർ അദ്ദേഹത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ അദ്ദേഹം അതിൽ യാത്ര ചെയ്യുന്നതായോ നേരത്തെ ആരും കണ്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ വാർത്ത വന്ന ഉടനെ അദ്ദേഹം MLA വാഹനത്തിൽ ഈ കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് നേരെ MLA ഓഫീസിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഫ്ളാറ്റിൽ വരുന്നു. അവിടെ നിന്ന് ഈ കാറിലാണ് രക്ഷപ്പെട്ടത് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്തതിൽ അവരിൽ നിന്ന് വിവരശേഖരണം നടത്തിയതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സമയം തന്നെ ഈ കാർ എങ്ങോട്ടാണ് പോയത് സംബന്ധിച്ചോ ഈ കാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ തങ്ങൾക്കറിയില്ല എന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ അന്നേ ദിവസത്തെ ഈ പെൺകുട്ടി പരാതി നൽകിയ മെയ് മാസത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. സ്വാഭാവികമായിട്ടും അതിന് കാരണം പറയുന്നത് ഈ ഫ്ളാറ്റിലുള്ള CCTV ദൃശ്യത്തിന്റെ ബാക്കപ്പ് ഒരു മാസം മാത്രമാണ് എന്നാണ്. ഇതേ തുടർന്നായിരുന്നു അവിടുന്ന് DVR എടുത്ത് സംഘം മടങ്ങിയിരുന്നത്. കാരണം മുങ്ങിയ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടിൽ നിന്ന് കാണാതെയായ അന്നത്തെ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാമെന്ന് കരുതി. പക്ഷേ DVRൽ ആ ദൃശ്യങ്ങളില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെയർടേക്കറെ സ്വാധീനിച്ച് ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്താകാമെന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഏതായാലും വ്യാപകമായ പരിശോധന തന്നെയാണ് അന്വേഷണ സംഘം രാഹുലിന് വേണ്ടി നടത്തുന്നത്. അതോടൊപ്പം തന്നെ തെളിവുകൾ പരമാവധി ശേഖരിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക എന്നതിനാണ് അന്വേഷണ സംഘം പ്രാധാന്യം നൽകുന്നത്. കാരണം ഈ മറ്റന്നാളാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതിന് മുൻപായി പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഈ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്യാനുള്ള നടപടികളിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വ്യാപകമായ പരിശോധനയും അന്വേഷണവും തെളിവ് ശേഖരണവും നടത്തുന്നത്. ഇന്നും അന്വേഷണ സംഘം ഫ്ളാറ്റിലേക്ക്, രാഹുൽ താമസിച്ച ഫ്ളാറ്റിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്.
ഇന്ന് അവിടുത്തെ ഫ്ളാറ്റിന്റെ കെയർ ടേക്കറെ വിശദമായി പരിശോധിക്കും, വിശദമായി ചോദ്യം ചെയ്യുന്ന മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു കാര്യം മനസ്സിലാവുന്നത് രാഹുൽ ഈ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഈ കേസ് വരും എന്നുള്ളതും ഏതാണ്ട് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വാർത്ത വന്ന മിനിറ്റുകൾക്കകം തന്നെ മറ്റു പരിപാടികളെല്ലാം തന്നെ റദ്ദ് ചെയ്ത് അദ്ദേഹം തിരിച്ചു വരുന്നതും MLA വാഹനവും മറ്റും ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ നേരത്തെ ഉപയോഗിക്കാത്ത ഒരു സുഹൃത്തിൻ്റെതാണെന്ന് കരുതുന്ന ഈ പോളോ വാഹനത്തിൽ ഇവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പാലക്കാട് മാത്രമല്ല, പാലക്കാടിന് സമീപമുള്ള തമിഴ്നാട്ടിലെ മറ്റു ഇടങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിലടക്കം രാഹുലിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിൽസി.